നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ഒന്നടങ്കം കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാർത്ത കൂടിയായിരുന്നു. അഫ്വാൻ എന്ന 23 വയസ്സുകാരനെതിരെ അവന്റെ സ്വന്തം ഉമ്മ തന്നെ മൊഴി മാറ്റിപ്പറയുന്ന ആ നിമിഷം. ഇത്രയും ദിവസം പിടിച്ചു നിന്നെങ്കിലും സത്യത്തിൽ ഷെമി അവസാനം ഒന്ന് പതറിപ്പോവുകയായിരുന്നു. ഇനി സത്യം പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകില്ല എന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് ഷെമി സത്യം തുറന്നു പറയാൻ തുടങ്ങിയത്. എന്തായാലും ഷെമിയുടെ മൊഴിമാറ്റം ഉദ്ദേശം നടക്കില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് കോടതിയിൽ ചിലപ്പോൾ ചില സത്യങ്ങൾ പറയാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം അതുപോലെ തന്നെയാണ് അഫ്വാനുമായി ബന്ധപ്പെട്ട് ഇനി എന്തെന്ന ചോദ്യവും കൂടി വരികയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം തന്നെയാണ് 23 വയസ്സുകാരൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൂക്കുകയറടക്കമുള്ളവ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പലരും പറയുമ്പോഴും അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വ്യക്തമാക്കുകയാണ് റിട്ടയർഡ് ഡിവൈഎസ്പി കൂടിയായ ജോർജ് ജോസഫ്. അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു, ഒരു 48 വയസ്സ് കഴിയുമ്പോഴേക്കും അഫ്വാൻ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അഫ്വാന്റെ ഉമ്മ കാത്തിരുന്നത് പോലെ അഫ്വാൻ മാത്രമാണ് ഇനി തനിക്ക് ഏക പ്രതീക്ഷ എന്ന് ഉമ്മ പറഞ്ഞതുപോലെ തന്നെ അഫ്വാൻ ആയിരിക്കും ഇനി ഈ ഉമ്മയോടൊപ്പം എപ്പോഴും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ 48 വയസ്സിന് ശേഷം അഫ്വാന് പുറത്തിറങ്ങാൻ ഒരു പക്ഷേ സാധിച്ചേക്കും. എന്തായാലും കൂട്ടക്കൊലപാതകമോ അരുംകൊലയോ നടത്തിയാൽ നമ്മുടെ നാട്ടിലെ കീഴ്വഴക്കം ഇങ്ങനെയാണെന്ന് സാരം. എന്തായാലും നിയമവശങ്ങളും ഇനി വരാൻ പോകുന്ന കോടതി നടപടികളും ഒക്കെ എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് അഡ്വക്കേറ്റ് കൂടിയായ മുൻ ഡിവൈഎസ്പി ജോർജ് ജോസഫ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. എന്തായാലും ഈ ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കുമ്പോൾ അമ്മ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടും ഇപ്പോൾ ഒരു മകൻ മരിച്ചെന്നുള്ള കാര്യം അറിഞ്ഞ ശേഷം ആ SHOയോട് പറയുന്നത്, തനിക്കിനി ഒരു മകനല്ലേ ഉള്ളൂ, മറ്റേ മകൻ മരിച്ചില്ലേ, എനിക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്ക് വേറെ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു. സംഭവ ദിവസത്തിന് അന്ന് 50,000 രൂപ പലിശയ്ക്ക് വാങ്ങിച്ച ഒരാൾക്ക് കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാൻ സാധിച്ചില്ല. തട്ടത്തുമലയിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി പണം ചോദിച്ചു. അവരാക്ഷേപിച്ചു, അധിക്ഷേപിച്ചു, പറഞ്ഞു വിട്ടു മകൻ അത് വലിയ വേദനയായി. അവൻ വന്ന് എൻ്റെ അടുത്ത് അത് പറഞ്ഞു. അതിനുശേഷം അവര് ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു. യൂട്യൂബിലൊക്കെ അവര് ആത്മഹത്യയെപ്പറ്റി അവരും ഇളയ മകനൂടെ ചേർന്ന് കണ്ടു എന്നാണ് അവരിപ്പം പറയുന്ന മൊഴി. അപ്പൊ അവര് ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അവരിപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നത്. അതുകൊണ്ട് അവര് ഇനി ഈ ലോകത്ത് അവർക്ക് ആരുമില്ല, ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യത കുറവ്. അതുകൊണ്ട് അവര് മൂത്ത മകനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും നിയമപരമായി അവനെ സംരക്ഷിക്കണം, അവനെ പുറത്തിറക്കണം, എനിക്കിനി വേറെ ആരുമില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു തുടങ്ങി. ഈ ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 5 മർഡർ കേസാണ്. 5 മർഡർ കേസിലെ വല്യമ്മയുടെ കൊലപാതക കേസ് എനിക്ക് തോന്നുന്നു 10-60 ദിവസത്തിന് മുമ്പിൽ കുറ്റച്ചാർജ് കൊടുക്കും. 90 ദിവസം എത്തുന്നതിന് മുമ്പ് ആദ്യത്തെ മർഡർ കേസിൽ കുറ്റച്ചാർജ് കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ അവരുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും ഭാര്യയും കൊന്ന കേസ്, ആ കേസും കുറ്റച്ചാർജ് കൊടുക്കാനായിട്ട് പോലീസിന് 90 ദിവസം സാധിച്ചേക്കും. ഏതായാലും വെഞ്ഞാറമൂട്ടിലെ കേസ്, ഒരു വീട്ടിൽ 2 മർഡറും ഒരു മർഡർ അറ്റംപ്റ്റും നടന്നു. ഇളയ കൊച്ചിനെയും കൊന്നു, ആ പെൺകുട്ടിയെയും കൊന്നു, അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പൊ ആ കേസിനകത്ത് അമ്മയുടെ മൊഴി ഏതായാലും മകൻ അനുകൂലമാവും കോടതിയിലെ ട്രയൽ സമയത്ത്. അതുകൊണ്ട് അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസ് അവര് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് എനിക്ക് തോന്നുന്നു. സമയമാകുമ്പം അവര് മൊഴി മാറ്റും. അതോടൊപ്പം തന്നെ 2 പേരെ വീട്ടിൽ വെച്ച് കൊന്നതിന് തീർച്ചയായിട്ടും ലൈഫ് ഇംപ്രിസൺമെന്റ് തന്നെ കിട്ടും. 23 വയസ്സുള്ള ഒരു പയ്യനായതുകൊണ്ട് ഈ കേസിലൊക്കെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഈ 5 മർഡർ കേസിന് 5 ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം 5 എണ്ണം കിട്ടും. അത് പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയൊക്കെ പോകുന്നെങ്കിൽ അത് കൺകറന്റ് ആയിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും 10, 15, 20 വർഷം കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ജയിലിൽ നിന്ന് വരാം. അപ്പോൾ ഒരു 48 വയസ്സിനകത്ത് 50 വയസ്സിനുള്ളിൽ അദ്ദേഹത്തിന് വെളിയിൽ വരാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലാണ് ഈ കേസുകളെല്ലാം ബിൽഡ് ചെയ്ത് പോകുന്നത്. സംഭവം കണ്ടവരാരുമില്ല. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമല്ല,
തെളിവ് നിയമത്തിന്റെ 27ന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നുകൊണ്ട് കോടതിയിലെ കേസുകൾ വെറുതെ വിട്ടുപോകാനുള്ള സാധ്യത കുറവാണ്. സാക്ഷികൾ ആരും ഇല്ലെങ്കിലും മറ്റ് തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു 50 വയസ്സിന് ഇപ്പുറം ജീവപര്യന്തം തടവ് കഴിഞ്ഞ് വരാൻ സാധിച്ചേക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതായാലും അമ്മയുടെ ആഗ്രഹം മകന് ഏതെങ്കിലും നിയമസഹായം ചെയ്യണം. അവന് എനിക്ക് വേറെ ആരും ഈ ഭൂമിയിലില്ല, ഭർത്താവിനെ അവരെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് തന്നെ സംരക്ഷിക്കുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് മകനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണമെന്നാണ് അവരെ മനസ്സ് പറയുന്നത്. എന്തായാലും അവര് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇതുവരെ മകനെ സംരക്ഷിച്ചുകൊണ്ടുള്ള മൊഴിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, കോടതിയിൽ അത് തന്നെ കൊടുത്തു. ഇപ്പോൾ പതുക്കെ പതുക്കെ അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവര് തൻ്റെ ബന്ധുക്കളെയും ഭർത്താവിൻ്റെ ബന്ധുക്കളെയും എല്ലാം കൊന്നൊടുക്കിയ കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കി. അതിന് ഉത്തരവാദി തൻ്റെ മകനാണ്, മൂത്തവനാണ്. തൻ്റെ ഇളയ മകനെയും കൊന്നത് മൂത്തവനാണ്, അവൻ്റെ കൂട്ടുകാരി ആ പെൺകുട്ടിയെയും കൊന്നത് അവനാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. അത് തന്നെയല്ല, അവരെ അടിച്ചത് മകൻ തന്നെയാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും പോലീസ് എനിക്ക് തോന്നുന്നത് 10-60 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ കേസിന് കുറ്റച്ചാർജ് കൊടുക്കും. കാരണം 90 ദിവസത്തിനകം കഴിവുള്ളിടത്തോളം കുറ്റച്ചാർജ് കൊടുക്കാൻ അവർ നോക്കും. ഇല്ലെങ്കിൽ ഒരു 4 മാസത്തിനകം 120 ദിവസത്തിനകം എല്ലാ കുറ്റച്ചാർജും കൊടുത്തു കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ട്രയല് 3 കോടതിയിൽ നടത്താൻ സാധ്യതയുണ്ടോ, അതോ ഓരോ കോടതിയിലേക്ക് എല്ലാം കൂടെ ട്രാൻസ്ഫർ ചെയ്ത് വരുമോ എന്നുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. കല്ലറ വാങ്ങോട് എന്തായാലും ശരി, അതൊരു സെപ്പറേറ്റ് ആണ്. അതിൻ്റെ ട്രയല് സെപ്പറേറ്റ് നടക്കാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് 3 കോടതികളിലായിട്ട് അല്ലെങ്കിൽ 3 സെഷൻസ് ട്രയല് അതിൽ മാത്രമേ 5 കേസ് ഉൾക്കൊള്ളൂ എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരുമോ ഇല്ലെന്ന് നമുക്ക് പരിശോധിക്കാം.